പിന്നെ നല്ല വേല പരിപാലിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആദായം ഉണ്ടാവും. ആദായം എന്തുകൊണ്ടാണ് താറാവളത്തിലേക്ക് ഇങ്ങനെ വരാനുള്ള സാഹചര്യം? അന്ന് വരാനുള്ള കാരണം, നമസ്കാരം, ഞാൻ സിനോബിയാട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എറണാകുളം ജില്ലയിലെ പൊയ്ക്കാട്ടുശ്ശേരിയിലുള്ള ഗോപിച്ചേട്ടന്റെ താറാവ് വളർത്തലാട്ടോ. ഇവിടെ കുറച്ചധികം താറാവുകളുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചേട്ടൻ താറാവുകൾ വളർത്തുന്നത്. അപ്പൊ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോയാലോ? അപ്പൊ ഇതായിട്ട് ഗോപിച്ചേട്ടൻ. ചേട്ടൻ നമസ്കാരം. അപ്പൊ ചേട്ടന്റെ താറാവ് ദേ നിൽക്കുന്നത് അവിടെ ഉള്ളതാണ്. അപ്പൊ എത്ര നാളായിട്ടാണ് ഈ ഒരു താറാവ് വളർത്തലേക്ക് വന്നിട്ട്? ഞാൻ ഒരു 10 വയസ്സായപ്പോ തുടങ്ങിയതാണ്. 10 വയസ്സായപ്പോ തുടങ്ങിയതാണ്. അപ്പൊ ഇതൊരു വരുമാന മാർഗമായിട്ട് തന്നെ കണക്കാക്കിയാണ്. ഓക്കെ. അപ്പം ഏതൊക്കെയാണ് നമ്മുടെ ഇവിടെ താറാവുള്ളത്? ഇത് കുട്ടനാടൻ താറാവ്. കുട്ടനാടൻ താറാവാണ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുവാണോ? ഇല്ല, ഞങ്ങൾ 5 മാസമായത് മേടിക്കും. ആ, അപ്പം ഏതിനത്തിലുള്ള ശരിക്കും പറഞ്ഞ 5 മാസമായത് ഒരു 20 ദിവസം കഴിയുമ്പോ മുട്ടയിടും. ഇതെങ്ങനെ എന്റെ പരിപാലന രീതിയൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? പരിപാലന രീതി, അവർക്ക് നല്ല വെള്ളമായിരിക്കണം, ഇതുപോലെ തെളിഞ്ഞ ഒഴുക്കുള്ള വെള്ളമായിരിക്കണം. പിന്നെ അവരധികം വെയിൽ കൊള്ളിക്കാൻ പാടില്ല. അവരുടെ ഭക്ഷണമൊക്കെ കൃത്യമായിരിക്കണം. അപ്പൊ ഈ ഭക്ഷണം കൃത്യമാക്കുവാന്ന് വെച്ചാൽ എങ്ങനെയാ ചേട്ടാ? കൃത്യമായിരിക്കണം പറഞ്ഞാൽ അവരുടെ ടൈം ഉണ്ടല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ടൈം ഉണ്ട്. ആ ടൈമിൽ അവർക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം. ടൈം എന്ന് പറയുമ്പോൾ ഒരു 8 മണി ഒക്കെ ആവുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഇവിടെ തന്നെയാണ് നിങ്ങൾ വളർത്തുന്നത് അതോ വീട്ടിലേക്ക്? ഞാൻ 5 മണിയാവും വീട്ടിൽ കൊണ്ടുപോകും. വീട് എവിടെയാ? വീട് കുറുമ്പക്കാവിന്റെ അടുത്ത്. നിങ്ങൾ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്കിത് എങ്ങനെയോ ഈ ഒരു താറാവ് വളർത്തൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? ലാഭകരം കൊയ്ത്ത് വേണം, എന്നാൽ മാത്രമേ കൂടുതൽ ലാഭം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ലാഭം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് പൈസ തീറ്റയ്ക്ക് പോകും. ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഇത് തളിക്കര ഷാപ്പുംപടി. പിന്നെ മാങ്ങാമ്പള്ളി അമ്പലത്തിന്റെ മുമ്പിലാണ്. അപ്പം ഈ 10 വയസ്സ് മുതൽ ഈ താറാവ് വളർത്തൽ തുടങ്ങിയെന്ന് പറഞ്ഞു. അതിന്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാവോ? അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല വേല പരിപാലിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആദായം ഉണ്ടാവും. എന്തുകൊണ്ടാണ് താറാവ് വളർത്തലേക്ക് ഇങ്ങനെ വരാനുള്ള സാഹചര്യം? അന്ന് വരാനുള്ള കാരണം, അന്ന് ഇവിടെയൊക്കെ നിറച്ച് കൊയ്ത്തുപാടായിരുന്നു. മൊത്തം പാടായിരുന്നു. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അത്താണി കാണാറുന്നു. അതേപോലെ പാടാറുന്നു എന്റെ ചെറുപ്പത്തില്. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ കൊയ്ത്ത് ചെയ്യുമ്പോ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങൾ കിട്ടും, തീറ്റ കിട്ടും താറാവിന്. അതങ്ങനെ താറാവ് വളർത്താൻ തുടങ്ങി. ഇത് സൈഡ് വരുമാനമാണോ അതോ ചേട്ടൻ ഇത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താണ്? ഇല്ല, എനിക്ക് വേറെ വരുമാനം, വേറെ ഉണ്ട് പണികള്. അപ്പൊ എപ്പോഴൊക്കെ ഇതിങ്ങനെ പരിപാലിക്കാനായിട്ട് ഇതിന് ഞാൻ ഒരു 8 മണിയാവണേക്ക് മുമ്പ് അയച്ചു വിട്ടുകൊണ്ട് പോരും. പിന്നെ സൗകര്യമുള്ള സ്ഥലം ആക്കിയിട്ട് വീട്ടിൽ പോകും, അല്ലെങ്കിൽ പോവില്ല. ഇതിങ്ങനെ അയച്ചു വിടുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വെള്ളംകുടി പാർട്ടിയുടെ ശല്യമുള്ളൂ. ഇപ്പൊ ഈ കഞ്ചാവ് അടിച്ചു തന്നെ പിള്ളേരെ കൂടി ശല്യമുണ്ട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ശല്യമുണ്ട്. അല്ലേ? ഇതിപ്പോ നമ്മുടെ മുട്ടയ്ക്ക് വിൽപ്പനയ്ക്കാണോ അത് ഇറച്ചിക്കാണോ? ഇത് മുട്ടയ്ക്ക് വിൽപ്പനയോ? അപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര അങ്ങനെ ഒരു ദിവസം ഇത് മുട്ടയിട്ട് തുടങ്ങുകയാണെങ്കിൽ 100, 140, 130 മുട്ടയൊക്കെ ആവറേജ് ഇടും. കടകളിൽ കൊടുക്കൂല, ഞാൻ അവിടെ തന്നെ സെയിൽ ചെയ്യാം, എന്റെ വീട്ടിൽ തന്നെ. മൂവാറ്റുപുഴ, പെരുമ്പാവൂര്, അങ്കമാലി അങ്ങനെയുള്ള ആൾക്കാര്, കരിയാട്, പാലശ്ശേരി അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. ക്യാൻസർ രോഗികളാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. കാരണം ഇതിന്റെ താറാമുട്ടയ്ക്ക് നല്ല ഗുണമുണ്ടല്ലോ. ഗുണമുണ്ട്, അതുകൊണ്ട് അവരാണ് ഇത് കൂടുതൽ കൊണ്ടുപോകുന്നത്. പിന്നെ എയർപോർട്ടിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ കൂടുതൽ കൊണ്ടുപോകുന്നത്. അവര് ഓട്ടം കഴിഞ്ഞ് പോകുമ്പോ അവരെ പാർട്ടികൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഏതിനെ ശരിക്കും ഇത് നാടൻ തന്നെയാണ്. അപ്പൊ ഇവിടെ കൊണ്ടുവരുമ്പോ ഉള്ള ഒരു പരിപാലന രീതിയൊക്കെ ഒന്ന് പറയാം. കൊണ്ടുവരുമ്പോ ഇതിന് ഞങ്ങള് വണ്ടിയിൽ കൊണ്ടുവരും, തട്ടുള്ള വണ്ടിയിൽ കൊണ്ടുവരും. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് വേറെ ആൾക്കാരുണ്ടാവും, ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങള് തിരിച്ചെടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണല്ലോ, നിങ്ങള് ശരിക്കും കെയർ ചെയ്യണല്ലോ. ശരിക്കും നോക്കണം അവരെ. അവരുടെ ഭക്ഷണം ഒന്നും മുടങ്ങാൻ പാടില്ല, കൃത്യമായിട്ടുള്ള തീറ്റ ആയിരിക്കണം, നല്ല വെള്ളമായിരിക്കണം. കുളിക്കാനൊക്കെ ആയിട്ട് കലക്കവെള്ളത്തിലൊന്നും അവര് കുളിക്കില്ല, നല്ല ഇതുപോലെ ഒഴുക്കുള്ള വെള്ളമായിരിക്കണം. ഇപ്പൊ അരിയാണ് കൊടുക്കണേ, ഗോതമ്പാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഗോതമ്പ് ഇപ്പൊ ഇത്തിരി ഡിമ്മണ്, കിട്ടാൻ വഴിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണേ. ഇവിടെ എത്ര താറാവുണ്ട് ഇപ്പൊ ടോട്ടല്? ഇപ്പൊ 150 ഉണ്ട്. എത്ര വരെ വളർത്തിയിട്ടുണ്ട്? 750 വരെ വളർത്തിയിട്ടുണ്ട്. 750 വളർത്തുക പറയുമ്പോ ഇവിടെ തന്നെയാണോ അതോ? അല്ലല്ല, പുറത്തേക്ക് പോകും. അപ്പൊ ഫുൾ ടൈം ആ സമയത്ത് ഇതായിരുന്നു അല്ലേ? മൈസൂർ, മധുര, പാലക്കാട് ജില്ല, കണ്ണൂര് അങ്ങനെ പോകും. ഇതിങ്ങനെ തൃശ്ശൂര്. അപ്പൊ അതുങ്ങൾ എങ്ങനെയാ കൊണ്ടോണൊക്കെ വണ്ടിയിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോകും. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ പാടത്തുനിന്ന് തന്നെ, അവിടെ കൊയ്ത്തണ ആ സമയത്ത്.
അപ്പൊ ഒരു പാടത്തെ കൊയ്ത്ത് കഴിയുമ്പോ അടുത്ത പാടത്തേക്ക് കയറി പോകും. ഓ ഇതിങ്ങനെ ഇപ്പം കൊയ്ത്തുള്ള പാടത്ത് അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അങ്ങനെ ഏത് പാടം ഇന്ന ടൈമിൽ കൊയ്ത്തുന്നുള്ള ഞങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കും, ഡയറിയിൽ എഴുതി വെക്കും. അതെയോ? അപ്പൊ ആ ഡയറി നോക്കി അറിയാം ഇന്ന മാസത്തിൽ ഇന്ന സ്ഥലം കൊയ്യും എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരാളെ പിടിക്കും. എന്താ വെച്ചാ അപ്പൊ അയാള് പറയാ ഞങ്ങളുടെ അടുത്ത് കൊയ്ത്താണ്ടിട്ടോ പോരെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൈസൂർ പോകുമ്പോ ഞങ്ങള് പാലക്കാട് ഒരാളെ കൊണ്ടുപോകും. എന്താ വെച്ചാൽ അവിടുത്തെ ഭാഷ ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരാളെ കൊണ്ടുപോകും. അവിടുന്ന് കൊണ്ടുപോകും. ഈ താറാവിനെ കൊണ്ടുപോകുമ്പോ നിങ്ങൾ മുട്ടയിടോ? നിങ്ങൾ മുട്ടയും കിട്ടുമോ? കിട്ടും. അത് ഇടാനുള്ള ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ഒന്നോ രണ്ടൊക്കെ ഇടാൻ വെച്ചോ നമ്മൾ ആട്ടി കൊണ്ടുപോകുമ്പോ അതിന് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. കൂട്ടില് മുട്ടയിടണേ. കൂട്ടില് ഇടാത്തത് ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും അവര് ഇടാനിട്ടെങ്കിൽ. സമയമുണ്ട്. വെളുപ്പിന് നേരം വെളുക്കണേക്കൊക്കെ ഇട്ട് ചെയ്യും. അപ്പൊ നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. അത് 3-4 പ്രാവശ്യം വെച്ച് കയറണം കൂട്ടില്. അല്ലെങ്കിൽ മൊത്തം ഇരുന്ന് പറക്കാൻ പറ്റില്ല. നടുവേന എടുത്തിട്ട് വിഷമിച്ചു. ഒരുപാട് മുട്ടയുണ്ടല്ലോ. അവിടെ സെയിലല്ല. ഇവിടുന്ന് വണ്ടി വരും. 2 ആഴ്ച 3 ആഴ്ച കൂടെ വണ്ടി വരും. എന്നിട്ട് അവിടുന്ന് ഒന്നിച്ച് കയറ്റാണ്. അപ്പൊ ഞങ്ങളുടെ ഒരാൾക്കടെ മാത്രല്ല, വേറെ ആൾക്കാരെ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ കൂടി അല്ലേ? അപ്പൊ ഒരുപാട് ആൾക്കാരുടെ താറാവുണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഒരുമിച്ചാണ് കയറ്റി വരുന്നത്. ശരിക്കും പറഞ്ഞത് നല്ലൊരു ബിസിനസ് തന്നെയാണ്. നല്ല ബിസിനസ് തന്നെയാ. ബുദ്ധിമുട്ടാൻ തയ്യാറായിരിക്കണം. ബുദ്ധിമുട്ടാൻ തയ്യാറായി ശരിക്കും നോക്കണം. ഇതിന് അസുഖം തന്നെ ഉണ്ടോ? ഇതിന് വസന്ത പോലൊരു അസുഖമാണ്. ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്ന അസുഖമുണ്ട്. അത് ശരിക്കും ഇതിന് തണുത്ത വെള്ളത്തിൽ ഒരുപാട് വെയിൽ ഒളിക്കാൻ പാടില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എവിടെയെങ്കിലും തണുത്ത സ്ഥലത്ത് ആക്കണം. പിന്നെ കൂടുതൽ വെയിലുണ്ട് അത് തളർന്നു പോകും. അതിന്റെ നെയ്യ് ഇളകി പോകും. നെയ്യിളകി വെള്ളം ചൂടാവണം, വെള്ളത്തിൽ നിർത്താൻ പാടില്ല, നല്ല തണുത്ത വെള്ളമായിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. വസന്ത വന്നു കഴിഞ്ഞാൽ അതിന് മരുന്നുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്യും. കോട്ടയത്ത് മരുന്നുണ്ട്. ഞങ്ങൾക്ക് താറാവ് തന്നെ അച്ചായ തന്നെ മരുന്ന് തരും. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടോണ്ടിരുന്നത് ഗോപിച്ചേട്ടന്റെ താറാവുളത്തിലാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.